നമ്മുടെ വീടുകളിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ വളരെ സ്പെഷ്യലായിട്ടുള്ള ഡേറ്റ്സ് ബിസ്ക്കറ്റ് റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 3 ആഴ്ചയൊക്കെ കേടുകൂടാതിരിക്കും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ? അതനുസരിച്ച് റെസിപ്പീസൊക്കെ എനിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഡേറ്റ്സ് ബിസ്ക്കറ്റ് റോൾ ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 120 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റാക്കി എടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇത് അളവ് കപ്പിന് 1/2 കപ്പും 1/2 ടേബിൾ സ്പൂണുമുണ്ട്. ഇത് മൊത്തം മെൽറ്റാക്കി എടുക്കണം. തീ കൂട്ടി വെക്കണ്ട കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ബട്ടർ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് 115 ഗ്രാം ഉണ്ട്. ഇതിന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര മെൽറ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ, തരിയായി തന്നെ കിടക്കണം. അതിനാൽ ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. റോളിൽ പഞ്ചസാര കടിക്കാൻ കിട്ടണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 250 ഗ്രാം കട്ട് ചെയ്ത ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇത് അളവ് കപ്പിന് 1/2 കപ്പുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇവ ഇളക്കി കൊടുത്തുകൊണ്ട് 5 അല്ലെങ്കിൽ 6 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഡേറ്റ്സ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. തുടർച്ചയായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുൻപ് പല സ്നാക്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും കുറേ നല്ല റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ ബൂന്തി ലഡുവും ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവും ബർഫികളും ഒക്കെയുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഐക്കാർഡിലും എൻസ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇപ്പോൾ 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഡേറ്റ്സ് നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറണം. എന്നാൽ ചൂടാറിയതിന് ശേഷം ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത്. ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം മാരി ബിസ്ക്കറ്റാണ്. ഇത് ഞാൻ എണ്ണി നോക്കിയായിരുന്നു കേട്ടോ, 43 എണ്ണം ഉണ്ട്. ഇവ പൊടിച്ചെടുക്കാം. കുറച്ച് ബിസ്ക്കറ്റ് നമുക്ക് ഒരു സിപ്ലോപ്പ് കവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കവർ ലോക്ക് ചെയ്തിട്ട് ചപ്പാത്തി റോളർ വെച്ച് അടിച്ച് നന്നായി പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡർ ആകണ്ട കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കാത്തത്. കഷ്ണങ്ങളൊന്നുമില്ലാതെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി. എനിക്ക് ഈ റെസിപ്പി എൻ്റെ ഒരു ആൻറ്റി തന്നതാട്ടോ. ആൻറ്റി സ്ഥിരമായി ഉണ്ടാക്കി വെക്കാറുള്ള ഒരു ഐറ്റമാണിത്. എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കോഫി മഗ്ഗിലേക്ക് അപ്ലോഡ് ചെയ്യാൻ റെസിപ്പി വേണമെന്ന് ചോദിച്ചു. അങ്ങനെ കിട്ടിയതാണ് ഈ റെസിപ്പി. നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്നുണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളവയും പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സിൻ്റെ ചൂട് നന്നായി ആറിയിട്ടുണ്ട്. ഇനി അടുത്ത മിക്സിങ് തുടങ്ങാം. അതിനു മുൻപ് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ടൊരു ഫോർക്കോ സ്പൂണോ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡേറ്റ്സ് ബട്ടർ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇരുന്ന് കട്ടയൊന്നും ആയിട്ടില്ല. കട്ടയാവുന്നതിന് മുമ്പ് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിനി കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതിലേക്ക് പച്ചമുട്ട ചേർക്കുന്നത് കൊണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞ് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. 3 ആഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുണ്ടാക്കി കഴിയുമ്പോൾ മുട്ടയുടെ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനമായി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവയും കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തി പുതിയ വീഡിയോസൊക്കെ ഇട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് 2ആയി ഡിവൈഡ് ചെയ്യണം. ഇതിനി ഒരു ചപ്പാത്തി പലകയിലോ കട്ടിംഗ് ബോർഡിലോ വെച്ച് റോൾ ചെയ്തെടുക്കണം.
ഒത്തിരി വലിയ സൈസിൽ റോൾ ചെയ്തെടുക്കണ്ട കേട്ടോ. കൈക്ക് അമർത്തി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നീളത്തിൽ റോൾ ചെയ്തെടുക്കണം. പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് തന്നെ അമർത്തി കൊടുത്തുകൊണ്ട് നന്നായി റോൾ ചെയ്ത് സ്മൂത്താക്കി എടുക്കണം. 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബട്ടർ പേപ്പറിലേക്ക് ടൈറ്റായിട്ട് പൊതിഞ്ഞെടുക്കാം. രണ്ട് സൈഡും ഇങ്ങനെ പിരിച്ചെടുക്കണം. ഇതുപോലെ തന്നെ അടുത്തതും റോൾ ചെയ്തെടുക്കണം. ഇനി ഇത് സെറ്റായി കിട്ടുന്നതിന് വേണ്ടി കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ ഓവർനൈറ്റ് വെക്കുകയാണ്. ഡേറ്റ്സ് റോൾ സെറ്റാകുന്നതിന് വേണ്ടി ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി കനത്തിൽ കട്ട് ചെയ്യേണ്ട കേട്ടോ. 2 ബൈറ്റിനുള്ള പീസായിട്ട് കട്ട് ചെയ്താൽ മതി. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 3 ആഴ്ചയോളം കേടുകൂടാതിരിക്കും. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാണിത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതായതുകൊണ്ട് തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്